ഹലോ ഗൈസ്, ViewOutside ഏറ്റവും പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ വന്ന ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി സവിശേഷതകളുള്ള ഒരു ഡ്യൂക്ക് 200 ആണ്. BS6 എഡിഷനാണ് വണ്ടി വരുന്നത്. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടീനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ സാധാ വീഡിയോ കുറച്ച് വീഡിയോകളൊക്കെ ഇട്ടായിരുന്നു ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം അതിനകത്ത് നിന്ന് കുറച്ച് മാറി കുറച്ച് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ ടയറിൻ്റെ സൈസ് അങ്ങനെ ബേസിക്കായിട്ട് നമുക്കിപ്പം ഒരു നമ്മളിപ്പോൾ നെറ്റിലൊരു വണ്ടീനെ കുറച്ച് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ് കാണാണ്ട് വന്ന് പഠിക്കുന്ന മോഡൽ. അതൊരു അതിനകത്ത് കുറച്ച് മാറി ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പം പറയുന്നില്ല. വണ്ടീനെ കുറിച്ച് നമുക്ക് അല്ലാണ്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയുടെ ഇൻട്രോ പറയുന്നതിന് കൂട്ടത്തിൽ തന്നെ പറയുന്നത് എന്ത് കുറച്ച് സവിശേഷതകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണിത്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4th ഗിയറിൽ 105 എടുക്കാം. അങ്ങനത്തെ വിരലിലുണ്ടാവുന്ന കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, ഈ വണ്ടി നമുക്കിപ്പം അവൈലബിൾ ആവുന്ന സ്റ്റോക്ക് മോഡലല്ല വണ്ടി വരുന്നത്. നമ്മൾ ഇതിനകത്ത് കുറേ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടയറിലോട്ട് നിങ്ങൾക്ക് നോക്കി കാണാം, അലൈ വീലാണ് ഫ്രണ്ടും ബാക്കും കയറ്റിയിരിക്കുന്നത്. അതും 250യുടെ അലൈ വീലാണ് കയറ്റിയിരിക്കുന്നത്. അതൊക്കെ നമുക്കിപ്പം ഒരു 250യുടെ ഒരു ചെറിയ കട്ട് അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള ലുക്ക് തന്നെയാണ് നമുക്കിപ്പം ടയറിൻ്റെ കാര്യത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു വികാരം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും. നമുക്കിപ്പം കൊച്ചു കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടപ്പെട്ട വണ്ടിയാണെന്ന് വെച്ചാൽ അവർ പറയും ഡ്യൂക്ക് അല്ലെങ്കിൽ KTM എന്ന് പറയും. അത്രയ്ക്കും ആരാധന അല്ലെങ്കിൽ ജനപ്രിയമുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഡ്യൂക്ക്. എനിക്ക് ഒരിടയ്ക്ക് ഡ്യൂക്കിനോട് ഭയങ്കര ആരാധന, ഇത് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ വിധിയുടെ വിളയാട്ടങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ രീതിക്ക് എനിക്ക് ഡ്യൂക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടി തന്നെയാണ് ഡ്യൂക്ക്. പിന്നെ നമ്മൾ സ്റ്റോക്കല്ലാത്ത കാര്യങ്ങളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെ ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി. ഇതും 250യുടെ ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റോക്കായിട്ടുള്ള മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പം ഹാൻഡിലിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ചെറിയൊരു മിറർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് എത്രത്തോളം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നോക്കാം. പിന്നെ വണ്ടിയുടെ സൈഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാരക ലുക്ക് തന്നെയാണ്. ഇപ്പം സിംഗിൾ സിലിണ്ടറിൽ ഇത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പം സിംഗിൾ സിലിണ്ടറിൽ ഇത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്ന വേറെ വണ്ടി ഉണ്ടാവില്ല. മാരകമായിട്ടുള്ള ഒരു പവർ തന്നെയാണ് നമ്മുടെ ഡ്യൂക്കിൽ വരുന്നത്. ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഡ്യൂക്ക് എടുക്കാനൊക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 150 അപ്ഗ്രേഡ് ചെയ്ത് ഡയറക്റ്റ് 390 എടുത്താൽ നമുക്കിപ്പോൾ അതിൻ്റെ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കില്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു ആൾക്കാർക്ക് ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ മരണവണ്ടി എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറാണ്, മാരകമുള്ള പവറാണ്. അതിപ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നല്ല, അതിൻ്റെ കൺട്രോളിങ് നമുക്ക് ശരിക്കും പഠിക്കണം. അതിൻ്റെ ബ്രേക്കിങ്ങും ടോട്ടൽ ബാലൻസ് ഒക്കെ നമ്മൾ ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളിപ്പോൾ ഒരു ഡ്യൂക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഗൈസ്, നമുക്കിപ്പം ഒരു ഡ്യൂക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ ഹെഡ് ലാമ്പാണ്. ഹെഡ് ലാമ്പിൻ്റെ ആ സൗണ്ട് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ വേഗം മനസ്സിലാവും വരുന്ന ഡ്യൂക്കാണെന്ന്. ഇപ്പം നമ്മൾ കുറച്ച് നേരം നോക്കിയെന്നാലാണ് ഇപ്പം ഇപ്പം എല്ലാവരും കസ്റ്റമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ സ്റ്റോക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മോഡിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഏതാ വണ്ടിന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലവർ നമ്മുടെ 250ൻ്റെ ഹെഡൊക്കെ മാറ്റി 390 വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വണ്ടീൻ്റെ പവറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുള്ളൂ. അല്ലാണ്ട് ഇപ്പം ചെറിയ നമുക്കിപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കിപ്പോൾ ഏതാ വണ്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി കെയർ ചെയ്യുന്നുണ്ട് പറയാം. പിന്നെ നമ്മുടെ ഡ്യൂക്ക് 200 എനിക്കിപ്പോൾ 2 കാലും പ്ലാന്റഡ് ഫുട്ട് തന്നെയാണ്. വലിയ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്രോക്സ് ഒരു 160 കിലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ട്രാഫിക്കിൽ കാണുമെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി 6 ആക്കി എടുത്തുകൊണ്ട് പോകാൻ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. സുഖമായിട്ട് നമുക്കിപ്പം ട്രാഫിക് കൂടെ 6 ആക്കി ചെയ്തുകൊണ്ട് പോകാം.
പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കാം. റെഡി ടു ഗോ, അതാണ് നമ്മുടെ KTMൻ്റെ എന്താ പറയുക മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ തന്നെയാണ് റെഡി ടു ഗോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു ടാക്കോമീറ്റർ മേലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടൈം ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ മോഡ് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സ്വിച്ചാണിത്. പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് മോഡൊന്ന് മാറ്റി നോക്കാം. ഇതിപ്പോൾ ട്രിപ്പ് 1 അതിൻ്റെ എന്താ പറയുക, അത് നമ്മളിപ്പം നമ്മളിപ്പോൾ എത്ര ടൈം എടുത്തു ടൈം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രിപ്പ് 2, പിന്നെ ഇത് റോഡ്, പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ അതിൻ്റെ എന്താ പറയുക മൈലേജ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 40-നെ ചോടെ പിടിക്കാം. നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം നമ്മളിപ്പോൾ ഡ്യൂക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡീസൻ്റായിട്ടൊന്നും പോകില്ല. അപ്പോൾ നമുക്കൊരു 30-ന് താഴെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ മീറ്ററിൽ വരുന്ന ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ പറയുക വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ABS ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ, ബാറ്ററിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഒരു RPM. ഇതിൻ്റെ RPM കട്ട് ഓഫ് വരുന്നത് നമുക്കിപ്പോൾ എന്താ പറയുക RPM കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വണ്ടിയുടെ RPM കട്ട് ഓഫ് വരുന്നത് 11K-ലാണ്, 11,000-ലാണ് ഇതിൻ്റെ RPM കട്ട് ഓഫ് വരുന്നത്. പിന്നെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് നോക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്വിച്ചസിൻ്റെ കാര്യം ഇങ്ങോട്ട് വരികയാണെങ്കിൽ സാധാ ബേസിക്കായിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്കിപ്പോൾ ഒരു പാസ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോ ബീം, ഹൈ ബീം, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്. പക്ഷേ നമുക്കിവിടെ ലൈറ്റ് നടക്കണം. നമ്മളിപ്പം ബജാജിൻ്റെ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ലൈറ്റ് കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇഗ്നിഷൻ കിൽ സ്വിച്ച്, പിന്നെ നമ്മുടെ സെൽഫ് സ്റ്റാർട്ട്, ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ മിസ്സിംഗ് ആണ് ഗൈസ്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക സ്വിച്ചസിൻ്റെ കാര്യവും മീറ്ററിൻ്റെ കാര്യങ്ങളും പറയുകയാണെങ്കിൽ. പിന്നെ ഈ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കല്ല, അത്യാവശ്യം വിഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മിററാണ്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററാണ്. ഞാൻ നിങ്ങളുടെ മൈലേജ് കാര്യങ്ങളൊക്കെ പറയുന്നു. അതും നമ്മുടെ എന്താ പറയുക മൈലേജും കാര്യങ്ങളൊക്കെ തമ്മിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക മൈലേജും ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ്. പിന്നെ സീറ്റിംഗ് പൊസിഷനും സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നോക്കാം. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള സീറ്റിംഗ് തന്നെയാണ്. നമുക്കിപ്പം വലിയ ഹാർഡായിട്ടുള്ള സീറ്റല്ല, എന്നാൽ അധികം സോഫ്റ്റും അല്ല. നമുക്കിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പം വേഗം മടുക്കുന്ന രീതിക്കുള്ള എന്താ പറയുക സീറ്റ് കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമുക്ക് ഹഗ് ചെയ്തിരിക്കുമ്പോൾ വലിയ എന്താ പറയുക അനോഗ്യമായിട്ട് തോന്നാണ്ടിരിക്കാൻ വേണ്ടി സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പില്ലും കുറച്ച് എന്താ പറയുക പേടിച്ച് തന്നെ ഇരിക്കണം പുറകിൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറാണ്. നമ്മളിപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പില്ലിന് പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഗ്രാബ് റെയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വരുന്ന കവളാണ്. ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ച് വെച്ചാണ്. പിന്നെ നമുക്ക് നമ്മുടെ ടെയിൽ നോക്കി കാണാം, സ്റ്റോക്കായിട്ടുള്ള ടെയിലല്ല, നമ്മളൊക്കെ മാറ്റിയിട്ട് ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് ആയ ടെയിൽ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വണ്ടിയുടെ ബേക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ടോളായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് തോന്നും. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ടയറൊക്കെയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ കോർണറിനൊക്കെ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കേസ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടുള്ള വീഡിയോ ഇടാത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക ആക്ഷൻ ക്യാം അവൈലബിൾ അല്ല. നമ്മളൊരു ആക്ഷൻ ക്യാം മേടിച്ചതിന് ശേഷം നമുക്ക് വണ്ടി ഓടിക്കുന്ന വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഇടാത്തത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക 0 to 100 എത്ര സെക്കൻഡ് കൊണ്ട് കയറി നമുക്കിന്ന് വണ്ടി ഓടിച്ച് നോക്കാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് എവിടെ നോക്കിയാലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ പറയുക എനിക്കിപ്പോൾ വണ്ടിനോട് തോന്നിയ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.